ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പരിഭവങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോളുടെ ബർത്ത്ഡേ വന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ലൈവിൽ വന്നിരിക്കുന്ന ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ദിസ് ഈസ് മൈ ഹാൻസം ഡാഡ്. എനിക്കൊരു ഹെവി ബർത്ത്ഡേ പാർട്ടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കസിൻസ്, എൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. ഈ സന്തോഷം നിങ്ങളോട് കൂടെ പങ്കുചേരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മെവിൻ, പിന്നെ ദിസ് മൈ ഫ്രണ്ട് മൊണാലിസ, അന്ന. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഹായ് കൊടുക്കാം. ഹലോ, ഹായ്. എനിക്ക് നിറയെ വിഷസ് വരുന്നുണ്ടല്ലോ. പപ്പ ഹായ് മനു, താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളെ ഇനി പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് ജയൻ അങ്കിളിനെയാണ്. അങ്കിൾ ഭയങ്കര സന്തോഷത്തിലാണ്. വേറൊന്നല്ല, അങ്കിളുടെ വൈഫ് ഒരാഴ്ച മുന്നേ യുഎസിൽ പോയിരിക്കാണ്. അതിന്റെ ഹെവി സന്തോഷത്തിലാണ്. ആൻറ്റി ഇത് കാണുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തു. കയ്യിലെന്താ ഒരു സിപ്പ് അടിക്കുന്നു. ഇത് എൻ്റെ പപ്പയുടെ ഫ്രണ്ട്സ് ആണ്. ഹായ്, ഹലോ. ഇതാണ് എൻ്റെ പൂളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ പപ്പ മേടിച്ചെന്ന പുതിയ ഡ്രസ്സാണ്. താങ്ക് യു. ഓ, എൻ്റെ പപ്പ ഭയങ്കര ഹാൻസം ആണെന്ന്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇന്നെൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എനിക്ക് ഹെവി ട്രീറ്റ് ആയിട്ടുള്ള ഡിലീഷ്യസ് ഫുഡ് ഉണ്ടാക്കി തന്ന എൻ്റെ ചേട്ടനാണ്, ജയൻ ചേട്ടൻ. അടുത്ത മെസ്സേജ്. എക്സ്ക്യൂസ് മീ. എന്ത് പറ്റി മോളെ? വാട്ട് ഹാപ്പൻ ടു യു? മോളെ എന്താ മോളെ? പപ്പയോട് പറ. മോളെ, അവൾ സ്ഥിരമായി മൊബൈൽ റീചാർജ് ചെയ്യുന്ന കടയിലെ പയ്യൻ. അവളുടെ മൊബൈൽ കംപ്ലൈന്റ് ആയപ്പോൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തു. അതിൽ അവളുടെ കുറെ സ്വകാര്യ ഫോട്ടോസ് ഉണ്ടായിരുന്നു. സംഭവം ഞാനാണ് ഇവനോട് പോലീസ് പറയാൻ പറഞ്ഞത്. നീ അത് സാറേ, എന്നാ സാറേ? കാര്യം അവിടം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവളുടെ വേദന കണ്ട് സഹിക്കാൻ പറ്റണില്ല. കഴിക്കും മോളെ, കഴിക്ക. എവിടെ അവന്റെ വീട്? ഇവൻ എനിക്കറിയാൻ ചേട്ടാ. ഇവന്റെ വീട് ആ രാജമല കോളനിയിലാ. ഇത് ചെറിയൊരു അഡ്വാൻസ് ആയി കരുതിയാൽ മതി. പൈസ നോക്കിയിട്ടല്ല രവി സാറേ, ഈ പ്രായത്തിൽ ഒരു മകൾ എനിക്കുണ്ട്.
നല്ല മൂഡ്. ഇന്ന് നമ്മള് പെരുന്നാൾ കൊഴിപ്പിക്കും ചോട്ടാ. ജോയേട്ടാ നമുക്ക് അവൻ ഇവിടെ അങ്ങോട്ട് തീർക്കട ചോട്ടാ. നീ ഒന്ന് അടങ്ങ ആന്റണി. എന്തായാലും നീ പെരുന്നാളിന്റെ ഇടയിൽ അവനെ തോണ്ടാൻ നിൽക്കണ്ട. അശ്ശേ നമുക്ക് ഇവിടെ അങ്ങോട്ട് തീർക്ക ചോട്ടാ. നമുക്ക് ഈ ബാൻഡ് സെറ്റും ആളും ബഹളൊക്കെ വിഷയമാണ്. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഓ എന്താ ചെയ്യ. ചോട്ടാ അവനാ അവനല്ലേ? ഇവിടെ വെച്ച് തോണ്ടാൻ നിൽക്കണ്ട. നമുക്കവനെ എവിടെയെങ്കിലും വെച്ച് ഒതുങ്ങി കിട്ടും. ജോയേട്ടന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഏകദേശം 15 വർഷം മുമ്പാണ് ജോയേട്ടൻ ആദ്യമായിട്ട് എൻ്റെ മുമ്പിൽ സ്കെച്ച് ഇടണം. അന്ന് എന്താ പറയാ, ഈ കാട്ടിൽ മതിച്ച് നടക്കണ ഒറ്റയാനെ പോലെ ജോയേട്ടൻ അന്ന് സ്കെച്ചിട്ട്. പ്രായം ഒരുപാട് നിങ്ങളെ തളർത്തി ജോയേട്ടൻ. നിങ്ങൾക്കേ വയസ്സായി, നിങ്ങൾ ഫീൽഡ് കിട്ടോ. പ്രായം തളർത്തിയതല്ല, പിന്നെ ഇപ്പൊ വയസ്സായപ്പോ ബുദ്ധി വെച്ചാ. കൊന്നു കളഞ്ഞാൽ ഇവിടുന്ന് പോകുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞതാ, ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ. ഇനി ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഈ വിളവെടുപ്പ് കഴിയുമ്പോ ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം. എവിടെയാണ് നിന്റെ മോൻ? ഞങ്ങളെ പേടിപ്പിക്കാനോ? ആരും രക്ഷപ്പെടില്ലേ? നീ മര്യാദക്ക് പുറത്തേക്ക് പോകാം. ഇന്ന് നിന്റെ അന്ത്യോടെ. അടങ്ങിയടാ പന്നി.
വെക്കടാ നെഞ്ചത്ത് വെക്കടാ ഇവിടെ